My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 80ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ സൈനീഷ്യ എന്ന അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ മുൻപ് പല അധ്യായങ്ങളും നമ്മൾ സൈനീഷ്യയെക്കുറിച്ചുള്ള ചില സൂചനകൾ നമ്മൾ കേട്ടിരുന്നു. തൊട്ട് മുമ്പ് നമ്മൾ അവസാനിപ്പിച്ച ട്യൂബർക്കുലിനും ബോവിനും എന്ന അധ്യായത്തിലും സൈനീഷ്യയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില താരതമ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത് തുടർച്ചയായിട്ട് സൈനീഷ്യ എന്ന അധ്യായം നമ്മൾ പരിഗണിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ദ ആക്ഷൻ ഓഫ് സൈനീഷ്യ ഈസ് സ്ലോ. തുടക്കത്തിൽ ആമുഖമായിട്ട് എന്ത് പറഞ്ഞു വയ്ക്കുന്നതാണ്, സൈനീഷ്യയുടെ ആക്ഷൻ വളരെ സ്ലോയാണ്. ആ സ്ലോ ആക്ഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചർ കൂടിയാണ്. സ്ലോ ആൻഡ് സ്ലഗ്ഗിഷ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഇൻ ദ പ്രൂവിങ് ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ടു ഡെവലപ്പ് ദ സിംറ്റംസ്. പ്രൂവ് ചെയ്യാത്ത സമയത്ത് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാൻ ദീർഘമായ സമയമെടുക്കും. അതുകൊണ്ട് എൻ്റെ ആക്ഷനും വളരെ സ്ലോയാണ്. ഇറ്റ് ഈസ് therefore suited to complaints that develop slowly. At certain times of the year and under certain circumstances, peculiar symptoms will come out. ഒരു ആനുവൽ പീരിയോഡിസിറ്റിയെ കുറിച്ച് പറയുകയാണ്. വർഷത്തിൻ്റെ ചില നിശ്ചിത സമയങ്ങളിൽ, ഒരു നിശ്ചിത സാഹചര്യങ്ങളിൽ ചില പെക്യുലിയർ സിംറ്റംസ്, പ്രത്യേകം എടുത്ത് പറയുന്നത് പെക്യുലിയർ സിംറ്റംസ് പുറത്തു വരും. ഒരു പെക്യുലിയർ പീരിയോഡിസിറ്റി നമുക്ക് പറയാം. They may stay with the prover the balance of his life. അപ്പോൾ അങ്ങനെ വരുന്ന ലക്ഷണങ്ങൾ, പ്രൂവിങ്ങിൻ്റെ സമയത്ത് വരുന്ന ലക്ഷണങ്ങൾ ആ പ്രൂവറുടെ ശിഷ്ടകാലം മുഴുവൻ അയാൾ നിലനിൽക്കും. അപ്പോൾ സൈനീഷ്യ എത്രമാത്രം ഡീപ്പാണ്, എത്രമാത്രം പെർവേസീവാണ്, എത്രമാത്രം അതിൻ്റെ ഇംപ്രഷൻ അത് ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അപ്പോൾ ഡോക്ടർ ജൻബാബു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഹൈ പൊട്ടൻസി സൈനീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് ലോങ് ആക്ഷനാണ്. പിന്നീട് അയാളുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത് എന്നൊരു നിരീക്ഷണം അദ്ദേഹം എവിടെയെങ്കിലും വായിച്ചതാണോ അല്ല അദ്ദേഹത്തിൻ്റെ അനുഭവമാണെന്ന് അറിയില്ല. ഈ പറയുന്നതായിട്ട് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. സച്ച് ആർ ദ ലോങ് ആക്ടിങ് ഡീപ്പ് ആക്ടിങ് റെമഡീസ്. ദേ ആർ കേപ്പബിൾ ഓഫ് ഗോയിങ് സോ തറലി ഇൻ ടു ദ വൈറ്റൽ ഓർഡർ ദാറ്റ് ഹെറിഡിറ്ററി ഡിസ്റ്റൻസ് ആർ റൂട്ടഡ് ഔട്ട്. ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനാണ് ഇതിൽ വരുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നേരത്തെ എനിക്ക് സൂചിപ്പിച്ചിരുന്നു, പാരമ്പര്യ പ്രശ്നങ്ങൾ മാറുമ്പോൾ ജനിതകമായ മാറ്റങ്ങൾ വരുത്താൻ ഹോമിയോപ്പതിക്ക് സാധിക്കുമോ? പാരമ്പര്യ പ്രശ്നങ്ങൾ ജീനുകളിൽ അതിൻ്റെതായ മാറ്റം ഉണ്ടാക്കുമല്ലോ. നേരത്തെ ഒരു സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്ത് പി വി സാനുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന പുസ്തകം എൻ്റെ കയ്യിലെത്താൻ കാരണക്കാരനായ സാനു. ഞാനന്ന് BSc ഫിസിക്സ് പഠിക്കുന്നു, സാനു MSc സുവോളജിക്ക് പഠിക്കുന്നു. ഞങ്ങൾ പല കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ചൊരു ജെനറ്റിക്സ് പഠിച്ചുകൊണ്ടിരുന്ന MSc ലെവലിൽ അന്ന് ജെനറ്റിക്സ് പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നോട് ചോദിച്ചതാണ്, ചില പ്രശ്നങ്ങൾ ഹോമിയോപ്പതിയിലൂടെ മാറും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അപ്പോൾ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കണമല്ലോ, അത് സാധിക്കുമോ? അതിനൊരു മറുപടിയാണ് ഈ ഒരു വാചകം. ഉണ്ടോ? സച്ച് ആർ ദ ലോങ് ആക്ടിങ് ഡീപ്പ് ആക്ടിങ് റെമഡീസ്. സൈനീഷ്യ പോലെ ദീർഘകാലം പ്രവർത്തിക്കുന്ന, വളരെ ആഴങ്ങളിലേക്ക് ചെല്ലുന്ന വൈറ്റൽ ഓർഡറിലേക്ക് കയറുന്നത്. വൈറ്റൽ ഓർഡർ എന്ന് വെച്ചാൽ ഒരു ജീവൻ്റെ ക്രമം. എന്താണ് ജീവൻ്റെ ക്രമം? ജീവൻ്റെ ക്രമപ്പെടുത്തുന്നത്, ജീവൽ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്നത് അയാളുടെ ജനിതക ഘടകമാണ് എന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ ജീവൻ്റെ ക്രമം, വൈറ്റൽ ഓർഡർ എന്ന് പറയുമ്പോൾ ജീനുകളെ തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. കെൻറ്റിൻ്റെ കാലത്ത്
ജനിതക ശാസ്ത്രം ഒരുപക്ഷെ ആരംഭിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവില്ല. ജനിതക ഘടനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ജനിതക ഘടനയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ഇന്നുള്ള അറിവ് അന്ന് ഉണ്ടായിരിക്കാൻ കഴിയില്ല. അപ്പോൾ വൈറ്റൽ ഓർഡറിനെ അത് ക്രമപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ജീനുകളെ തന്നെ ക്രമപ്പെടുത്തുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രോപ്പറായിട്ട് കറക്റ്റ്ലി ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ, ഒരു പ്രോപ്പർ പൊട്ടൻസി ആണെങ്കിൽ, സൈലീഷ്യ മാത്രമല്ല ഇതുപോലെ ലോങ് ആക്ടിങ് ഡീപ്പ് ആക്ടിങ് മെഡിസിൻസ് എല്ലാം ജനിതക ഘടനയിലും മാറ്റമുണ്ടാക്കാൻ പര്യാപ്തമാണ്. അത് അനുഭവത്തിലൂടെ ബോധ്യമായൊരു കാര്യമാണ്. ഒരു എംപീരിക്കൽ ആയിട്ടുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇത്തരം ഹെറിഡിറ്ററി പ്രശ്നങ്ങളെ, ഹെറിഡിറ്ററി ഡിസ്റ്റർബൻസിനെ റൂട്ടായിട്ടുള്ള അതിനെ സമൂലം പിഴുതു കളയാൻ ഇത്തരം ഔഷധങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. The Sayishia patient is chilly. His symptoms are developed in cold, damp weather, though often better in cold, dry weather. Symptoms come out after a bath. പേഷ്യൻ്റെ ജനറൽ അവസ്ഥ ചില്ലി പേഷ്യൻ്റാണ്. സൈലീഷ്യ പേഷ്യൻ്റ് ചില്ലിയാണ്. സൈലീഷ്യ പേഷ്യൻ്റെ ലക്ഷണങ്ങൾ തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയിലാണ് അത് പുറത്തേക്ക് വരുന്നത്. അതിന് പീരിയോഡിസിറ്റി മറ്റൊക്കെ നോക്കുമ്പോൾ തണുപ്പും ഈർപ്പമുള്ള കാലാവസ്ഥ. എന്നിരുന്നാലും പലപ്പോഴും കോൾഡ് ഡ്രൈ വെതറിൽ ഈ സിംറ്റംസ് ബെറ്ററുമാണ്. അതൊരു കോൺട്രഡിക്ഷൻ പോലെ തോന്നാം, പക്ഷേ അതൊരു സൈലീഷ്യയുടെ ഒരു പെക്യുലാരിറ്റിയാണ്. ഓഫൺ ബെറ്റർ ഇൻ കോൾഡ് ഡ്രൈ വെതർ. ഡ്രൈ വെതറിൽ നമ്മളുടെ ഇവിടുത്തെ വിൻ്റർ. സിംറ്റംസ് കം ഔട്ട് ആഫ്റ്റർ എ ബാത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചന, ഒരു കുളിക്ക് ശേഷം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. ദ മെൻ്റൽ സ്റ്റേറ്റ് ഈസ് പെക്യുലിയർ. ദ പേഷ്യൻ്റ് ലാക്സ് സ്റ്റാമിന. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സൂചന, സൈലീഷ്യ പേഷ്യൻ്റ് സ്റ്റാമിനയില്ല, മെൻ്റൽ സ്റ്റാമിനയില്ല. ഒരു കരുത്ത്, പിടിച്ചു നിൽക്കാനുള്ള, നിവർന്നു നിൽക്കാനുള്ള ഒരു കരുത്തില്ല. ഇതിനെക്കുറിച്ച് നല്ലൊരു ഉപമ എന്ന് പറയുന്നുണ്ട്. വാട്ട് സിലിക്ക ഈസ് ടു ദ സ്റ്റാക്ക് ഓഫ് ഗ്രെയിൻ ഇൻ ദ ഫീൽഡ്, ഇറ്റ് ഈസ് ടു ദ ഹ്യൂമൻ മൈൻഡ്. സിലിക്ക, സൈലീഷ്യയുടെ മാതൃസത്ത് സിലിക്ക, സിലിക്കണിൻ്റെ ഓക്സൈഡ്, ഇത് വൈക്കോലിന്, ഗോതമ്പിൻ്റെ ആയാലും ബാറിയുടെ ആയാലും നെല്ലിൻ്റെ ആയാലും വൈക്കോലിന് കരുത്ത് കൊടുക്കുന്നു. അതായത് നെല്ല് മൂത്ത് കഴിഞ്ഞാൽ അതിന് ഭാരം ഉണ്ടാവും. ഈ ഭാരം വന്നാലും ഈ കതിർ ഒടിഞ്ഞു പോകാൻ നിവർന്നു നിൽക്കുന്നു. ആ നിവർന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഈ വൈക്കോലുള്ള സിലിക്കയുടെ സാന്നിധ്യമാണെന്ന് പറയും. വൈക്കോലിനെ നിവർന്നു നിൽക്കാൻ, ഒടിഞ്ഞു പോകാതെ നിവർന്നു നിൽക്കാൻ കരുത്ത് കൊടുക്കുന്നത് അതിലെ സിലിക്കേറ്റ് ആണെങ്കിൽ, ഒരു സിക്ക് പേഴ്സണാലിറ്റിക്ക് അയാളുടെ സ്റ്റാമിനയോട് നിൽക്കാൻ അയാൾക്ക് സാധിക്കാത്തത് സൈലീഷ്യയുടെ പോരായ്മ ഒന്നാണ്. അവിടെ സൈലീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പർ പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ സ്റ്റാമിന വർദ്ധിക്കും, അയാൾക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കും. എന്താണ് ഈ സ്റ്റാമിന എന്നതിനെക്കുറിച്ച് തുടർന്നൊരു ഉദാഹരണത്തിലൂടെ കേട്ട് പറയുന്നുണ്ട്. ടേക്ക് ദ ഗ്ലോസി സ്റ്റിഫ് ഔട്ടർ കവറിംഗ് ഓഫ് എ സ്റ്റാക്ക് ഓഫ് ഗ്രെയിൻ ആൻഡ് എക്സാമിൻ ഇറ്റ്. യു വിൽ റിയലൈസ് with what firmness it supports the head of grain until it ripens. There is a gradual deposit of silica in it to give it stamina. ഈ വൈക്കോലിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. വൈക്കോല് ഈ നെല്ല് അല്ലെ ഗോതമ്പ് അല്ലെ ബാർലി, ആ ധാന്യം ഉണ്ടായാലും അത് മൂത്ത് വന്ന് ഭാരം വെക്കുമ്പോൾ ഒടിഞ്ഞു പോകാതെ നിവർത്തി നിൽക്കുന്നത് ആ വൈക്കോലുള്ള സിലിക്കേറ്റിൻ്റെ സാന്നിധ്യമാണ്. അതുതന്നെ മനുഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലും അല്ലെ പേഴ്സണാലിറ്റിയിലും ഒരു സ്റ്റാമിന കൊടുക്കാൻ അത് സഹായിക്കും. സോ ഇറ്റ് ഈസ് വിത്ത് ദ മൈൻഡ്. വെൻ ദ മൈൻഡ് നീഡ്സ് സിലിക്ക, ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് വീക്ക്നെസ്, എംബ്രേസ്മെൻറ്റ്, ഡ്രഡ്, എ സ്റ്റേറ്റ് ഓഫ് യീൽഡിങ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് സൈലീഷ്യ ആവശ്യമായി വരുന്ന സന്ദർഭമാണ് ഈ വിശദീകരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് വീക്ക്നെസ്, മനസ്സ് ക്ഷീണിതമാണ്. എംബ്രേസ്മെൻറ്റ്, അയാൾ ആകെ
അയാളെ ചെയ്യേണ്ട ജോലി ചെയ്യാൻ പറ്റാതെ അയാളാകെ പരിഭ്രമിച്ച് ചമ്മുക എന്ന് പറയും, ചമ്മിയിരിക്കുന്ന അവസ്ഥ. ഒരു ജോലി ചെയ്യാൻ പറ്റാതെ അയാൾക്ക് ചമ്മലുണ്ടാകുന്നു, എംബ്രേസ് ഉണ്ടാകുന്നു, പിന്നെന്താ ഡ്രെഡ്, ഭയമുണ്ടാകുന്നു. പിന്നീട് പറയുന്നുണ്ട്, ഒരു പുരോഹിതന് അല്ലെങ്കിൽ ഒരു അഭിഭാഷകന് ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, ഭയമുണ്ടാകുന്നു. സ്റ്റേറ്റ് ഓഫ് ഈൽഡിങ്, പെട്ടെന്ന് താഴ്ന്നു കൊടുക്കുന്നു. ആരെങ്കിലും കുതിര കയറാൻ വന്നു കഴിഞ്ഞാൽ എതിർത്ത് വ്യക്തിത്വത്തോടുകൂടി നിവർന്നു നിൽക്കേണ്ടതിന് പകരം ഭീരുവിനെ പോലെ താഴ്ന്നു കൊടുക്കുന്നു, ഈൽഡിങ് ആവുന്നു. ഇതൊക്കെ സൈനീഷ്യ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില പ്രധാനപ്പെട്ട സൂചനകളായി പറയുന്നത്. If you should listen to the description of this state by a prominent clergyman or a lawyer or a man in the habit of appearing public with self-confidence, firmness and fullness of thought and speech, he would tell you he had come to a stage where he dreads to appear in public. He feels his own selfhood so that he cannot enter into his subjects. He dreads it. He fears that he will fail. His mind will not work. He is worn out by prolonged efforts at mental work. കണ്ടോ, ഒരു അഭിഭാഷകൻ, ഒരു വക്കീല്, ക്ലർജിമാൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ. ക്രിസ്ത്യൻ പുരോഹിതൻ ചുരുങ്ങിയ വർഷം ഞായറാഴ്ചയെങ്കിലും ഒരു ആരാധനാ സമൂഹത്തെ അഭിമുഖീകരിച്ച് അവരോടൊരു 10 മിനിറ്റെങ്കിലും സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. സാധാരണ മനക്കരത്തോടുകൂടി പേടിയൊന്നുമില്ലാതെ ഒരു പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എപ്പോഴും പ്രസംഗങ്ങൾ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ, കോടതി ചെന്ന് കഴിഞ്ഞാൽ ജഡ്ജുണ്ടാകും, മറ്റഭിഭാഷകരുണ്ടാകും, കക്ഷികളുണ്ടാകും. ഒരു 10-50 പേരെങ്കിലുള്ള സമൂഹം സാധാരണ കോടതിയിലുണ്ടാകും. അവർ സാധാരണഗതിയിൽ അഭിമുഖീകരിച്ചിരുന്ന ഒരാൾ, ഒരു അഭിഭാഷകൻ, ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ, അങ്ങനൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ദിവസം അയാൾക്ക് അത് ചെയ്യാൻ പറ്റാതെ വരുന്നു. അയാൾ വളരെ ഭീരുവായിത്തീരുന്നു, അയാളുടെ മനസ്സിൻ്റെ ശക്തി കെട്ടുപോകുന്നു. അപ്പോൾ എന്തിൻ്റെ ഒരു കുറവ് അയാൾക്കുണ്ട്. നേരത്തെ നെൽക്കതിരിനെ നിവർത്തി നിർത്തിയിരിക്കുന്ന ആ സിലിക്കേറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നെൽക്കതിരെന്ന് സംഭവിക്കും, അത് ഒടിഞ്ഞു പോകും. ചില കേടുകൾ സംഭവിച്ച് ഒടിഞ്ഞു പോകാറുണ്ടല്ലേ. ഒരുപക്ഷെ അത് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അത് സിലിക്കേറ്റിൻ്റെ കുറവുണ്ടായിരിക്കാം. സസ്യശാസ്ത്രജ്ഞന്മാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സൈനീഷ്യയുടെ ആവശ്യം വരുമ്പോൾ, അതിൻ്റെ ഒരു മെൻ്റൽ പ്ലെയിനിൽ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ അയാൾക്ക് ഭീരുത്വം വരുന്നു. ഒരു പ്രൊഫഷണലിന് ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാൻ പറ്റാതെ വരുന്നു, ഒരു മെൻ്റൽ വർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു, മൈൻഡ് ഫീബിളാകുന്നു, എംബ്രേസ്ഡ് ആകും. അപ്പം അത്തരം ഒരവസ്ഥയിൽ എത്രയോ ആളുകൾ അങ്ങനത്തെ അവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ സൈനീഷ്യയ്ക്കോ അതുപോലുള്ള മറ്റ് ഉചിതമായ ഔഷധങ്ങൾക്കോ സാധിക്കും. But he will say that when he forces himself into the harness, he can go on with ease. His usual self-command returns to him, and he does well. He does his work with promptness, fullness and accuracy. എന്നാൽ അയാൾ ഒരു എഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കും. എഫർട്ട് കൊടുക്കാതിരുന്ന സ്വാഭാവികമായിട്ട് അയാൾക്കൊരു വീക്ക്നെസ് ഉണ്ടായി, മൈൻഡ് ബോണൗട്ടായി. പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ അത് സാധിക്കും. അത് സൈനീഷ്യയുടെ ഒരു പെക്യുലാരിറ്റിയാണ്. വേറെ ചില ഔഷധങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അത് സാധിക്കില്ല. അയാൾക്കൊരു എഫർട്ട് കൊണ്ട് അയാൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സൈനീഷ്യ പേഷ്യൻ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ, ഒരു എഫർട്ട് കൊടുത്താൽ അയാൾക്ക് വീണ്ടും നിവർന്നു നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വമാണ് സൈനീഷ്യ കവർ ചെയ്യുന്നത്. The peculiar cynesia state is found in the dread of failure. പരാജയപ്പെടുമോ എന്നുള്ള ഭയം, പരാജയ ഭീതി. പക്ഷെ അയാളൊന്ന് മനസ്സ് വെച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടില്ല, അയാൾക്ക് ആ ടാസ്ക് പൂർത്തീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു പരാജയ ഭീതി ഉണ്ടാകുന്നു. ഒരു പുരോഹിതൻ അൾത്താരയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഞായറാഴ്ച ദിവസം അയാൾക്ക് വല്ലാത്ത പരിഭ്രമം ഉണ്ടാകുന്നു. എന്തു പറയാൻ പറ്റും, അയാൾക്ക് ആ ഒരു പ്രസംഗം നടത്താൻ പറ്റുമോ,
ഒരു അഭിഭാഷകൻ കോടതിയിലേക്ക് പുറപ്പെടുന്ന സമയമാകുമ്പോൾ പെട്ടെന്നൊരു പരിഭ്രമം ഉണ്ടാകുന്നു. എനിക്ക് കോടതിയിൽ പോയി ആ കേസ് പ്രോംപ്റ്റായിട്ട് എനിക്ക് അവതരിപ്പിക്കാനും വാദിക്കാനും പറ്റുന്നു, ഒരു ഭയം ഉണ്ടാകുന്നു. പക്ഷെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആ പരാജയ ഭീതിയെ മറികടക്കാനും പറ്റും. അപ്പോൾ അത്ര ഒരു പരാജയ ഭീതിയാണ് സൈലേഷ്യയുടെ ഒരു ഇൻഡിക്കേഷൻ. ഇഫ് ഹി ഹാസ് എനി അൺയൂഷ്വൽ മെൻ്റൽ ടാസ്ക് ടു പെർഫോം, ഹി ഫിയേഴ്സ് ഹി വിൽ മേക്ക് എ ഫെയിലിയർ ഓഫ് ഇറ്റ്, യെറ്റ് ഹി ഡസ് ഇറ്റ് വെൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു മെൻ്റൽ ടാസ്ക് വരുമ്പോൾ അയാൾക്കൊരു സംശയം ഉണ്ടാകും, പൂർത്തീകരിക്കാൻ പറ്റുമോ. എന്നിരുന്നാലും അയാളത് ചെയ്യും, ഒരു മനസ്സ് വെച്ച് അയാളത് ചെയ്യും. ദിസ് ഇസ് ദ ഏർലി സ്റ്റേജ്. ഓഫ് കോഴ്സ് ദർ കംസ് എ ടൈം വെൻ ഹി കനോട്ട് പെർഫോം ദ വർക്ക് വിത്ത് ആക്യുറസി ആൻഡ് സ്റ്റിൽ ഹി മേ നീഡ് സൊല്യൂഷൻ. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു അവസ്ഥ, പരാജയ ഭീതി, പരിശ്രമിച്ചാൽ അത് മറികടക്കാം. പക്ഷേ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരവസ്ഥ വരും. എങ്ങനെയാണ് അയാൾക്ക് പറ്റുകയില്ലാത്തൊരവസ്ഥ വരും. അഡ്വാൻസ് ചെയ്താലാണ്. അഡ്വാൻസ് അല്ലാത്ത അവസ്ഥയിൽ ഒരു മെൻ്റൽ എഫർട്ട് കൊണ്ട് തന്നെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആ ഒരു അവസ്ഥ മുന്നോട്ട് പോയി തീരെ പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലും സൈലേഷ്യ ഉപകരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോഗ്രഷൻ ഉണ്ട്. തുടക്കത്തിൽ ശ്രമിച്ചാൽ സാധിക്കും, പിന്നീട് ശ്രമിച്ചാലും പറ്റാതെ വരിക. അല്ലാതെ ഒട്ടും പറ്റാത്തൊരവസ്ഥ അല്ല സൈലേഷ്യയുടെ ഇൻഡിക്കേഷൻ. അനദർ കേസ് ഈസ് ഇലിസ്ട്രേറ്റഡ് ഇൻ എ യങ് മാൻ who has studied for years and is now nearing the end of his course. He dreads the final examination, but he goes through them all right. Then a fatigue comes upon him, and for years he is unable to enter his profession. മറ്റൊരു സംഭവം, ഇപ്പോൾ നിങ്ങളുടെ തന്നെ കാര്യമുണ്ട്. മെഡിക്കൽ പ്രൊഫഷൻ വർഷങ്ങളോളം പഠിച്ചു, 5.5 വർഷം പഠിച്ചു. ആ പഠനം കൊണ്ട് ആകെ വോൺ ഔട്ടായി, പഠിച്ച് തളർന്നു, ഒരു ബ്രെയിൻ ഫാഗ് ഉണ്ടായി. ആ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും പരീക്ഷ പൂർത്തീകരിച്ചു, പരീക്ഷ പാസ്സായി. പക്ഷേ പ്രൊഫഷനിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. പ്രൊഫഷനിലേക്ക് കടന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗികളെ അഭിമുഖീകരിക്കാൻ എനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുമോ, രോഗികളെ സുഖപ്പെടുത്താൻ പറ്റുമോ, അങ്ങനെ ഒരു ആശങ്ക വരുന്നു. പഠിച്ചു പാസ്സായി കഴിഞ്ഞു, പക്ഷേ വർഷങ്ങളോളം ആ ഒരു ആശങ്കയോടിരിക്കുന്നു. എനിക്കറിയാം, ഒരു കെമിക്കൽ എഞ്ചിനീയർ എനിക്ക് പരിചയമുണ്ട്. അയാൾ കോഴ്സൊക്കെ പാസ്സായി, പക്ഷേ അയാൾക്ക് ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു ഫാക്ടറിയിലേക്ക് ജോലി കിട്ടി. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് എന്നുള്ളൊരു TCS എന്നുള്ള കമ്പനിയിൽ എറണാകുളത്താണ്. അയാൾക്ക് ജോലി കിട്ടി, പക്ഷേ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായതാണ്, നല്ല നിലയിൽ പാസ്സായതാണ്. ഞാൻ അദ്ദേഹത്തിനകത്ത് ബാബുചേട്ടനത്ത് കൊണ്ടുപോയി. സൈലേഷ്യ ബയോകെമിക്കൽ ഫോമിൽ കൊടുത്തപ്പോൾ തന്നെ അയാൾ സുഖപ്പെട്ടു. ഹി ഹാസ് ദിസ് ഡ്രഡ് ഓഫ് അണ്ടർടേക്കിംഗ് എനിത്തിങ്. എന്തിനെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ഒരു അണ്ടർടേക്കിംഗ് നടത്താൻ, ചികിത്സയായാലും കോടതി കേസ് വാദിക്കലായാലും ഒരു പ്രസംഗം പറയലായാലും എന്തായാലും ചെയ്യുന്നതിനൊരു ഭയം, അത് ചെയ്യാൻ പറ്റുമോ, ഒരു ഭയം. അങ്ങനെ കോഴ്സൊക്കെ പഠിച്ച് പാസ്സായി, പക്ഷേ പ്രൊഫഷനിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ശരിക്കും പ്രൊഫഷണൽസിനുള്ളൊരു ഔഷധമാണ്, പ്രൊഫഷണൽസിന് വേണ്ടുന്നൊരു ഔഷധമാണ് ഏത് പ്രൊഫഷനായാലും. ഞാൻ പറയാറുണ്ട്, ഈ മെൻ്റൽ ഫാഗിന് ബാബുചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മളെ കാലിഫോസ് ബയോകെമിക്കൽ 6X. ഞങ്ങളിത് ഈ മെഡിസിനൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം ജേർണലിസ്റ്റായിരുന്നു. അതിനു മുമ്പ് MSc പഠിക്കുന്ന സമയത്തും ധാരാളം പഠിക്കാറുണ്ട്, ധാരാളം എഴുതാനുണ്ട്, റിസർച്ച് വർക്കുണ്ട്. പിന്നീട് ജേർണലിസ്റ്റായ സമയത്തും ഒരുപാട് ടെൻഷൻസ് വരും. ഞാൻ പീരിയോഡിക്കലിലായിരുന്നു. നമ്മൾ കവർ സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ ആ കവർ സ്റ്റോറി സക്സസ് ആകുമോ? നമ്മൾ ഭംഗിയായിട്ടൊക്കെ ചെയ്തു, എല്ലാം പ്രശ്നത്തിലേക്ക് വിട്ടു, പക്ഷേ സക്സസ് ആകുമെന്നുള്ള ഭയം വരുമായിരുന്നു, ഇവിടെ ഉറക്കമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ബാബുചേട്ടൻ എനിക്ക് പറഞ്ഞിരുന്നത് കാലിഫോസ് 6X വല്ലപ്പോഴും പീരിയോഡിക്കലായിട്ട് ആഴ്ചയൊരിക്കലൊക്കെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴോ എക്സാമിനോട് കഴിക്കാൻ എനിക്കത് വളരെ ഉപകരിച്ചിരുന്നു. കാലിഫോസ് 6X ബ്രെയിൻ ഫാഗ്. അപ്പോൾ സൈലേഷ്യയും ഈ ഒരു ബ്രെയിൻ ഫാഗ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സൈലേഷ്യ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പരീക്ഷ നോക്കിയിട്ടില്ല, പക്ഷേ എൻ്റെത് പറയുന്നുണ്ട്. ഒരു പ്രൊഫഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ സൈലേഷ്യ ഉപകരിക്കും. ഇറിറ്റബിൾ ആൻഡ് ഇറൈസിബിൾ വെൻ അറോസ്ഡ്. വെൻ ലെറ്റ് അലോൺ ഹീസ് ടിമിഡ്
retiring, wants to shirk everything, mild, gentle, tearful woman. ഉണ്ടോ? ഒരുപാട് സിംറ്റംസ്. ഇറിറ്റബിളാണ്, ഇറേസിബിളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു അവസ്ഥയാണ്. വെൻ അറോസ്ഡ്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും, ഇറിറ്റബിളാവും. ഇനി അയാൾ വെറുതെ വിട്ടാലോ അയാൾ ഭീരുത്തോടെ ടിമിഡായിട്ട് ഭീരുവായിട്ടിരിക്കും. റിട്ടയറിങ്, എല്ലാത്തിൽ നിന്നും പിൻവാങ്ങും. വാഷ് വരുത്തി എല്ലാ ഉത്തരവാദിത്വം ഒളിച്ചോടാൻ ശ്രമിക്കും. ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ കരുത്തില്ല, ആത്മവിശ്വാസമില്ല, ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചു കൊടുക്കും. അതാണ് വാഷ് വരുത്തി. മൈൽഡാണ്, ജെൻറ്റിലാണ്, ടിയർഫുൾ വുമണാണ്. സ്ത്രീകളുടെ കാര്യം പ്രത്യേകം, മൈൽഡ്, ജെൻറ്റിൽ, ടിയർഫുൾ വുമൺ. അങ്ങനെയുള്ള സ്ത്രീകളിലും ഇത് സൈലീഷ്യ പോയിരിക്കും. ദ സൈലീഷ്യ ചൈൽഡ് ഈസ് ക്രോസ് ആൻഡ് ക്രൈസ് വെൻ സ്പോക്കൺ ടു. ഈ കുട്ടികളുടെ കാര്യം പറയാം. പെട്ടെന്ന് എതിർക്കുന്നു, വല്ലാതെ കരയുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ വല്ലാതെ ഇറിറ്റബിളായിട്ട് കരയുകയും പറ്റുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ നാച്ചുറൽ കോംപ്ലിമെൻറ്റ് ആൻഡ് ക്രോണിക് ഓഫ് പൾസാറ്റില because of its great similarity. It's a deeper, more profound remedy. ഈ ഒരു സന്ദർഭത്തിൽ പൾസാറ്റിലെ കുറിച്ച് പറഞ്ഞു, കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച്. പൾസാറ്റിലെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും, എപ്പോഴും ഇങ്ങനെ വിതുമ്പി കരഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഔഷധമാണ് സൈലീഷ്യ, ക്ഷമിക്കണം, പൾസാറ്റില. അപ്പോൾ പൾസാറ്റില ഇൻഡിക്കേറ്റ് ചെയ്ത് പൾസാറ്റില വീണ്ടും അത് വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, പൾസാറ്റില അത്രയ്ക്ക് ഡീപ്പായിട്ട് പോകുന്ന ഔഷധമല്ല, അതിൻ്റെ ഒരു ക്രോണിക്കായിട്ട് സൈലീഷ്യ വരും. കുട്ടികളുടെ കാര്യത്തിൽ പൾസാറ്റിലെ പോലെ തന്നെ സൈലീഷ്യയിലുണ്ട്. ഗ്രേറ്റ് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ഡീപ്പറാണ്, മോർ പ്രൊഫൗണ്ടാണ്. റിലീജിയസ് മെലങ്കളി, സാഡ്നെസ്, ഇറിറ്റബിലിറ്റി, ഡെസ്പോണ്ടൻസി, ഇതൊക്കെ ഉണ്ട്. റിലീജിയസ് മെലങ്കളി, ആത്മീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ ദുഃഖം, താൻ പാപം ചെയ്തു പോയോ, തെറ്റ് ചെയ്തു പോയോ, തനിക്ക് സാൽവേഷൻ കിട്ടില്ലയോ, അങ്ങനെയുള്ള മെലങ്കളി, ദുഃഖം, ഇറിറ്റബിലിറ്റി, ഡെസ്പോണ്ടൻസി, നിരാശ, അങ്ങനെയൊക്കെ ഉണ്ട്. ലൈക്കോപോഡിയമായിട്ട് ഒരു കമ്പാരിസൺ പറയുന്നത്, ലൈക്കോപോഡിയം സ്റ്റുപ്പിഡ്, ഒരു സ്റ്റുപ്പിഡിറ്റി ലൈക്കോപോഡിയത്തിലുണ്ട്. ദ ഡ്രെഡ് ഓഫ് അണ്ടർടേക്കിംഗ് എനിത്തിങ് ഈസ് ഫ്രം എ ജനറൽ നോളജ് ഓഫ് ഇനബിലിറ്റി. അപ്പോൾ ലൈക്കോപോഡിയത്തിൽ ഇതെങ്ങനെയാണ്? സ്റ്റുപ്പിഡാണ്, എന്ത് ചെയ്യാനും എന്ത് കാര്യം ഏറ്റെടുക്കാനുമുള്ളൊരു പൊതുവായൊരു ഭയമുണ്ട്. എന്തുകൊണ്ട്? ജനറൽ നോളജ് ഓഫ് ഇന്നബിലിറ്റി, തൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ചുള്ള ഒരു അവബോധം കൊണ്ടാണ് ലൈക്കോപോഡിയത്തിൽ. ലൈക്കോപോഡിയം പേഷ്യൻ്റിന് ഈ ഒരു അവസ്ഥയുണ്ട്, പക്ഷേ അയാളുടെ കഴിവില്ലായ്മയെക്കുറിച്ചുള്ളൊരു അവബോധം കൊണ്ടാണ് ഈ ഒരു ഇനബിലിറ്റി വരുന്നത്. പക്ഷേ സൈലീഷ്യ അതല്ല, സൈലീഷ്യ അത് ഇമേജിനറിയാണ്. സൈലീഷ്യ വഴി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് മനസ്സ് വെച്ച് അയാൾക്ക് പറ്റും, അയാളുടെ ഇമാജിനറി അവസ്ഥ കൊണ്ട് അയാൾക്ക് പറ്റാത്തത്. പക്ഷേ ലൈക്കോപോഡിയത്തിലല്ല, അയാൾ അണേബിളാണ്, അയാൾക്ക് ഇനബിലിറ്റി ഉണ്ട്. ആ ഇനബിലിറ്റിയെക്കുറിച്ചുള്ള അയാളുടെ സ്വയം ബോധം കൊണ്ടാണ് അയാൾ ഒരു അണ്ടർടേക്കിംഗ് നടത്താത്തത്. പക്ഷേ സൈലീഷ്യൻ അങ്ങനെയല്ല, അയാൾക്ക് ബേസിക്കലി ആ കരുത്തുണ്ട്, പക്ഷേ അയാൾ ഇമാജിൻ ചെയ്ത് തനിക്ക് കരുത്തില്ലാന്ന് ഇമാജിൻ ചെയ്യുന്നതുകൊണ്ടാണ്, അയാളുടെ മെൻ്റൽ പ്ലെയിനിലാണുള്ളത്. അവിടെ സൈലീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡിന് ആ ഒരു ബലം കിട്ടും, അയാൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ലൈക്കോപോഡിയത്തിൽ അങ്ങനെയല്ല, ഉണ്ടോ? ഇത്ര ഫൈനായിട്ടുള്ള കമ്പാരിസണാണ് ഉള്ളത്. ലൈക്കോപോഡിയം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലൈക്കോപോഡിയവും സൈലീഷ്യനും തമ്മിലുള്ള ആ ഒരു മനക്കരത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു കാര്യം ചെയ്യാനുള്ള, ഒരു അണ്ടർടേക്കിംഗ് നടത്താനുള്ള കാര്യത്തിലുള്ള ആ ഒരു സിമിലാരിറ്റി ഇത്ര ഭംഗിയായിട്ടൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കമ്പാരിസൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ രണ്ട് ഔഷധങ്ങൾ തമ്മിൽ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സൂചനയാണ്. അതുപോലെ പൾസാറ്റിലുമായിട്ടുള്ള കമ്പാരിസൺ, കുട്ടികളുടെ കാര്യത്തിൽ പൾസാറ്റില പറ്റാതെ പോകുന്നതിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സൈലീഷ്യ വരും. ഒത്തിരി ഇതേപോലുള്ള വിലപ്പെട്ട അറിവുകൾ ഈ ഒരു അധ്യായത്തിലുണ്ട്. നമുക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.